ചായയുടെ സുഗന്ധവും വഴിയോര കച്ചവടക്കാരുടെ ഈണവും അന്തരീക്ഷത്തിൽ നിറഞ്ഞിരുന്ന തിരക്കേറിയ ഉത്സാഹപുരി പട്ടണത്തിൽ അർജുൻ എന്ന ഒരു യുവാവ് ജീവിച്ചിരുന്നു. അർജുൻ ജീവിതത്തിൻ്റെ ഊർജ്ജസ്വലമായ ചിത്രപ്പണികൾക്കിടയിൽ നീട്ടിവെക്കലിൻ്റെ വലയിൽ കുടുങ്ങിയതായി സ്വയം കണ്ടെത്തി. മാർഗനിർദ്ദേശം തേടി അദ്ദേഹം ബഹുമാനപ്പെട്ട സെൻഗുരുവായ ഗുരു അനന്യയെ സമീപിച്ചു. അദ്ദേഹത്തെ ഗുരു ശാന്തമായ ചത്തുരത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഇവിടെ നഗരത്തിൻ്റെ താളാത്മകമായ ശബ്ദങ്ങൾക്കിടയിൽ ഗുരു അനന്യ നീട്ടിവെക്കലിൻ്റെ ചങ്ങലകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നതിൻ്റെ കാലാതീതമായ ജ്ഞാനം പങ്കിട്ടു. 1. നീട്ടിവെക്കൽ നമുക്ക് നിർത്താം. സുഖപ്രദമായ ബെഞ്ചിലിരുന്ന് ഗുരു അനന്യ ലളിതവും എന്നാൽ ഗഹനവുമായ ഒരു പ്രസ്താവനയോടെ ഉപദേശങ്ങൾ ആരംഭിച്ചു. അർജുൻ, ഇത് മനസ്സിലാക്കുക. നീട്ടിവെക്കുന്നത് അജേയമായ ഒരു ശക്തിയല്ല, അത് തടയാനുള്ള ശക്തി നമുക്കുണ്ട്. വിമോചനത്തിലേക്കുള്ള ആദ്യപടി നീട്ടിവെക്കൽ എന്ന തിരിച്ചറിവാണ്. ഒരു തിരഞ്ഞെടുപ്പാണത്. വ്യത്യസ്തമായ ഒന്ന് ഉണ്ടാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അർജുൻ വാക്കുകളെക്കുറിച്ച് ചിന്തിച്ചു. ഉള്ളിൽ ശാക്തീകരണത്തിൻ്റെ ഒരു തീപ്പൊരി അനുഭവപ്പെട്ടു. ഊർജ്ജസ്വലമായ സമീപനം. അവർ ശാന്തമായ ചത്തുരത്തിലൂടെ നടക്കുമ്പോൾ ഗുരു അനന്യ രണ്ടാമത്തെ കാര്യം പങ്കിട്ടു: ഊർജ്ജസ്വലമായ സമീപനത്തിൻ്റെ ആവശ്യകത. അർജുൻ, നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തെ വിളിക്കൂ. അലസതയുടെ നിഴലിൽ അലസത തഴച്ചു വളരുന്നു. ഉത്സാഹത്തോടെ ആദ്യ ചുവടുവയ്പ് ചെയ്യുക. നിങ്ങളുടെ ജോലികളിൽ ഊർജം പകരുക. നീട്ടിവെക്കലിൻ്റെ നിഷ്ക്രിയത്വം സൂര്യപ്രകാശത്തിൽ പ്രഭാത മൂടൽമഞ്ഞ് ചിതറുന്നതുപോലെ അനുഭവിക്കുക. അവർ ശാന്തമായ ചത്തുരത്തിലൂടെ നടക്കുമ്പോൾ ഗുരു അനന്യ രണ്ടാമത്തെ പോയിന്റ് പങ്കിട്ടു. കൂടുതൽ ഊർജ്ജസ്വലമായ മാനസികാവസ്ഥ സ്വീകരിച്ച അർജുൻ കൾ കൂടുതൽ സമീപിക്കാവുന്നതും ആകർഷകവുമാണെന്ന് കണ്ടെത്തി. ചെയ്യേണ്ടവയുടെ ലിസ്റ്റ് നിർമ്മിക്കുക. ഒരു പുരാതന ആൽമരത്തിൻ്റെ തണലിനു താഴെ ഗുരു അനന്യ മൂന്നാമത്തെ പോയിന്റ് ഊന്നി പറഞ്ഞു: ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകും. അതും ഒരു പർവ്വതമല്ല, മറിച്ച് നിയന്ത്രിക്കാവുന്ന കുന്നുകളുടെ ഒരു പരമ്പരയാണ്. നിങ്ങളുടെ ജോലികൾ ചെറുതും ചെയ്യാൻ പറ്റിയതുമായ കഷണങ്ങളാക്കി മാറ്റുക. ഇങ്ങനെ പൂർത്തിയാക്കിയ ഓരോ ജോലിയും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ചവിട്ടുപടിയായി മാറുന്നു. തന്ത്രപ്രധാനമായ ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റുമായി സജ്ജീകരിച്ചിരിക്കുന്ന അർജുന് ഓരോ ചെറിയ വിജയത്തിലും ഒരു നേട്ടം അനുഭവപ്പെട്ടു. അവലോകനം ചെയ്യാൻ ആരോടെങ്കിലും ആവശ്യപ്പെടുക. ശാന്തമായ മുറ്റത്ത് ഗുരു അനന്യ നാലാമത്തെ പോയിന്റിനെ കുറിച്ച് സംസാരിച്ചു: ഒരു ബാഹ്യവീക്ഷണം നേടുക. അർജുൻ, ചിലപ്പോൾ നിങ്ങൾ സ്വന്തം പാറ്റേണുകളിൽ അന്ധരാകും. നിങ്ങളുടെ ചുമതലകളും സമയപരിധികളും അവലോകനം ചെയ്യാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ആരോടെങ്കിലും ആവശ്യപ്പെടുക. ബാഹ്യമായ ഇൻപുട്ടിന് വിലയുള്ള ഉൾക്കാഴ്ചകൾ നൽകാനും നിങ്ങളെ ഉത്തരവാദിത്വത്തോടെ നിലനിർത്താനും കഴിയും. ഒരു പുതിയ ജോഡി കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന കോണുകളെ പ്രകാശിപ്പിക്കാനാകും. ഒരു സുഹൃത്തിൻ്റെ സഹായം തേടിയ അർജുൻ പങ്കിട്ട കാഴ്ചപ്പാടുകളുടെ മൂല്യം കണ്ടെത്തി. ചിന്താഗതി മാറ്റുക. സൂര്യൻ ചക്രവാളത്തിന് താഴെ മുങ്ങിയപ്പോൾ ഗുരു അനന്യ അഞ്ചാമത്തെ പോയിന്റ് വെളിപ്പെടുത്തി: ചിന്താഗതി മാറ്റുന്നതിനുള്ള ശക്തി. അർജുൻ, നീട്ടിവെക്കലിനെതിരായ പോരാട്ടം ബാഹ്യം മാത്രമല്ല, ആന്തരികവുമാണ്. വളർച്ചയുടെയും പ്രതിരോധശേഷിയുടെയും ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കുക. തെറ്റായി സംഭവിക്കാവുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം നിങ്ങളുടെ ജോലികളിലൂടെ നിങ്ങൾക്ക് പഠിക്കാനും നേടാനും കഴിയുന്നതിലേക്ക് നിങ്ങളുടെ ഊർജം തിരിച്ചുവിടുക. അർജുൻ തൻ്റെ കാഴ്ചപ്പാട് മാറ്റി ഈ പ്രക്രിയയിൽ പുതിയ ഉത്സാഹം കണ്ടെത്തി. നിങ്ങൾ സന്തോഷം നീട്ടിവെക്കുകയാണ്. ചന്ദ്രപ്രകാശത്തിൻ്റെ നിശബ്ദമായ പ്രഭയിൽ ഗുരു അനന്യ ഒരു അഗാധമായ സത്യത്തോടെ ഉപസംഹരിച്ചു: അർജുൻ, ഇത് ആഴത്തിൽ മനസ്സിലാക്കുക. നിങ്ങൾ നീട്ടിവെക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷമാണ് നീട്ടിവെക്കുന്നത്. പൂർത്തിയാക്കിയ ഓരോ ജോലിയും പൂർത്തീകരണത്തിലേക്കും സന്തോഷത്തിലേക്കുമുള്ള ചുവടുവയ്പ്പാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഊർജ്ജസ്വലതയോടെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ കൂടുതൽ സന്തോഷകരവും അർത്ഥപൂർണവുമായ ജീവിതത്തിലേക്കുള്ള വാതിലുകൾ തുറക്കുക. ജ്ഞാനത്തിൽ പ്രതിധ്വനിക്കുന്ന അർജുന് ജോലികൾ മാത്രമല്ല, സംതൃപ്തമായ ഒരു ജീവിതം പിന്തുടരാനുള്ള ഒരു പുതിയ പ്രചോദനം അനുഭവപ്പെട്ടു. ഉത്സാഹപുരിയുടെ സിംഫണിക്കിടയിൽ
ഗുരു അനന്യ അർജുനോട് പറഞ്ഞു. അർജുൻ, നീട്ടിവെക്കുന്നത് മറികടക്കാൻ കഴിയാത്ത ശത്രുവല്ല. അത് തടയാനുള്ള നിങ്ങളുടെ ശക്തി തിരിച്ചറിയുക. നിങ്ങളുടെ സമീപനത്തെ ഊർജം പകരുക. ചെയ്യാവുന്ന കാര്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. ബാഹ്യ ഉൾക്കാഴ്ചകൾ തേടുക. നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. ഓർക്കുക, പൂർത്തിയാക്കിയ ഓരോ ജോലിയും നിങ്ങളെ സന്തോഷകരവും കൂടുതൽ നിറവേറ്റുന്നവരുമാക്കുന്ന ഒരു പുതിയ ചുവടുവയ്പ്പാണ്. ആൽമരത്തിൻ്റെ ശിഖരങ്ങൾക്ക് താഴെയുള്ള അർജുന് ഒരു മോചനവും ലക്ഷ്യബോധവും അനുഭവപ്പെട്ടു. ഗുരു അനന്യ തുടർന്നു. ജീവിതത്തിൻ്റെ ഊർജ്ജസ്വലമായ നൃത്തത്തിൽ നിങ്ങൾ നൃത്ത സംവിധായകനും നർത്തകിയുമാണ്. നിങ്ങളുടെ ചുവടുകൾ മനഃപൂർവ്വവും താളം ഊർജ്ജസ്വലവും നിങ്ങളുടെ പ്രകടനം നിങ്ങളുടെ അതുല്യമായ യാത്രയുടെ ആഘോഷവുമാകട്ടെ. ഇപ്പോൾ ജ്ഞാനം കൊണ്ട് സായുധനായ അർജുൻ ജീവിത ചുമതലകളിലൂടെ നൃത്തം ചെയ്യാൻ തയ്യാറായ ഹൃദയത്തോടെ ട്രാൻക്വിൽ സ്ക്വയർ വിട്ടു. If you love to watch this video, you can like, share and subscribe.